സകലത്തിലും നിങ്ങളുടെ പൂർവ്വകാലത്തെ IPCയിൽ അപ്പച്ചന്മാർ വിശുദ്ധരായിരുന്നല്ലോ വിശുദ്ധരാകാനാണോ ബൈബിൾ എഴുതിയേക്കുന്നത്? ആണോ? അങ്ങനെ പറഞ്ഞു നമ്മളും പാരമ്പര്യ സഭകളായി. ഇപ്പം വിളിക്കുന്ന പെന്തക്കോസ് പാരമ്പര്യ സഭകളെന്നാണ്. പണ്ട് പാരമ്പര്യത്തിന്, ഇപ്പം മുഴുവൻ പാരമ്പര്യ സഭകളായി മാറി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ആകെ ഒരു മെസ്സേജേ ഉള്ളൂ, നിന്റെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. ഏത് പ്രസംഗത്തിനകത്തും വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. അതൊന്ന് ഇറങ്ങി വന്നിട്ട് കയറി പോകുന്നുണ്ടാകുന്നു, പിന്നെ ഇറങ്ങി വരേണ്ടി വരുന്നു. ഈ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ, ഈ യഥാർത്ഥ സുവിശേഷം മറച്ചു കളഞ്ഞിട്ട് ഈ വിഷയങ്ങളുടെ സുവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, നമുക്ക് പറ്റിയിരിക്കുന്നൊരു ഭയങ്കര അബദ്ധമാണ്. ഞാനത് എവിടെയാണ് നമുക്ക് എന്നിട്ട് പറയും, നമ്മൾ തലമുറ നന്നായില്ല ബ്രദറെ, എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നന്നാകണമെങ്കിൽ ആദ്യം അടിസ്ഥാനമായി ഉപദേശം ശരിയാകണം, അല്ലേ? ഈ വിഷയങ്ങളുടെ വിടുതൽ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ചെറിയൊരു കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് 2002-2003 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ട്രിവാൻഡ്രത്ത് പ്രാർത്ഥനാഗിരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് ബൈബിൾ സൊസൈറ്റിയിൽ ഒരു അച്ഛൻ കൂടി നടത്തുന്നൊരു സ്ഥലം. ഒരു ബൈബിൾ മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു. അപ്പം പെന്തക്കോസ്തുകാർ എല്ലാവരും ചേർന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോയി. ദാറ്റ് വാസ് ഇൻ 2002-2003. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ താഴെ കാത്തലിക്സ് നടത്തുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, യൂണിറ്റി ഹൗസ് എന്നതിൻ്റെ പേര്. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. മലങ്കര കാത്തലിക്സിൻ്റെ ഒരു സെൻ്ററാണ്. അപ്പോൾ ഈ മലങ്കര കാത്തലിക്സിൻ്റെ സെൻ്ററിലുള്ള ഈ 2 അച്ഛന്മാർ, ചേട്ടനും അനിയനും, ഇവർ ഞങ്ങളോട് ഭയങ്കര കൂട്ടായി. കുഴപ്പമില്ല കേട്ടോ, കൂട്ടായ്മയാകുമ്പോഴാണ് പ്രശ്നം. ഒന്നിച്ച് ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നിച്ച് അപ്പം നുറുക്കുമ്പം പ്രോബ്ലമാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടുത്തെ തിയോളജിയൊക്കെ പറഞ്ഞു. ഒരു ദിവസം പുള്ളി എന്നെ അവരുടെ സെമിനാരിയിൽ കൊണ്ടുപോയി അവിടുത്തെ ലൈബ്രറി ഒക്കെ കാണിച്ചു തന്നു. ഞാൻ അവരുടെ പുസ്തകങ്ങളെല്ലാം നോക്കി, ഭയങ്കര ബുക്കുകളായി. പോപ്പ് എഴുതിയത്, പല പോപ്പുകൾ എഴുതിയത്, ചാക്രിക ലേഖനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഈ അച്ഛന്മാർ ഭയങ്കര ലെക്ചറാണ് തിയോളജിയെക്കുറിച്ചും, കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ഭയങ്കര തിയോളജി പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളുടെ വിശ്വാസികൾ വേളാങ്കണ്ണിയിൽ പോയി ഉരുണ്ടുമറിയുന്നു, എടത്തുവായിൽ പോയി മൃതങ്ങളെടുക്കുന്നു, സെബാസ്ത്യാനോസിൻ്റെ അമ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇതൊക്കെ ഏത് തിയോളജിയുടെ ഭാഗമാണ്? ഇത് എവിടെയാണ് നിങ്ങളുടെ ചാക്രിക ലേഖനങ്ങളിൽ ഇതൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞാലെന്നറിയോ, ഈ കാത്തലിക് ചർച്ച് പറയുന്ന തിയോളജി മനസ്സിലാകുന്ന 2% ആൾക്കാർക്കാണ്. ബാക്കി 98% ചാക്രിക ലേഖനം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയത്തില്ല. എൻസൈക്ലിക്, അതവിടെ പോപ്പുമാർ എഴുതി വിടുന്ന ഓരോ ഇതൊന്നും ഇവർക്കൊന്നും അറിയില്ല. ഇവർക്ക് ആകെ അറിയാവുന്നത് കുർബാന കാണണം. പിന്നെ വേറൊരു എക്സിസ്റ്റൻഷ്യൽ നീഡുണ്ട് എല്ലാവർക്കും, രോഗം മാറണം, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം. അപ്പോൾ ഈ കുർബാനയ്ക്കിടയ്ക്ക് ഇതിനകത്ത് സ്ഥലവുമില്ല, സമയമില്ല. അപ്പോൾ അച്ഛന്മാർ വിചാരിച്ചു, ഓക്കെ, ഇതെന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെവിടെയെങ്കിലും പോയി വേളാങ്കണ്ണിയിലോ എടത്തുവയിലോ ലൂർദിലോ എവിടെയെങ്കിലും പോയി കുറച്ച് ആശ്വാസം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോട്ടെ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വിഷയങ്ങളുള്ളവർക്ക് കുർബാന മാത്രം പോരാ, എന്തും കൂടെ വേണം, കൃപാസന മാതാവും കൂടെ വേണം. കാരണം അവിടെ പോയാൽ ആ പേപ്പർ വയറ്റിൽ വെക്കുമ്പോഴാണ് വയറുവേദന മാറുന്നത്. ഇപ്പം അതും കൂടെ ഉണ്ടെങ്കിൽ ഈ എല്ലാവരെയും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ സംഗതി കൊള്ളാം. കാരണം ആളെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ തിയോളജി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തോടെ പറയണം? വിഷയങ്ങളിലോട്ട് എത്തണം. ഞാൻ നോക്കിയപ്പോൾ ഹിന്ദുമതം അങ്ങനെയാണ്. അവിടെ നല്ല പാണ്ഡിത്യമുള്ള ഹിന്ദുക്കൾ ടെമ്പിളുകളിലൊന്നും പോകത്തില്ല. അവർ ധ്യാനവുമായിട്ട് വീട്ടിരിക്കുകയുള്ളൂ. അഹം ബ്രഹ്മാസ്മി. ചിലർ പറയും മാധവ സേവ, മാനവ സേവ, മനുഷ്യരെ സേവിക്കുന്നവരുടെ ദൈവത്തെ സേവിക്കാം. ഇങ്ങനെയൊക്കെ അവരുടെ ടെക്നോളജി പലതാണ്. അതിലേറ്റവും കുറഞ്ഞ രീതിയാണ് ഈ ഭക്തന്മാർ, ഭക്തിമാർഗ. ആദ്യത്തേത് ജ്ഞാനമാർഗ, പിന്നത്തേത് കർമ്മമാർഗ, അതും കഴിഞ്ഞിട്ടാണ് ഭക്തിമാർഗം. ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ ഞാനും ദൈവവും ഒന്നാന്ന് പറയുന്നതാണ് ജ്ഞാനമാർഗം. അത് കണ്ടെത്തുന്നതാണ്, ആത്മാവിൽ കണ്ടെത്തണം. 2 കർമ്മമാർഗമാണ്. ഇപ്പം എന്നെ ഒരു തോട്ടിപ്പണിക്കാരനായിട്ടാണ് എന്നെ വിധി ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ആ കർമ്മം പൂർത്തിയാക്കിയാൽ ഞാൻ എൻ്റെ കാര്യം തീർത്തും ഞാൻ മോക്ഷം പ്രാപിച്ച കർമ്മത്തിലൂടെ.
മൂന്നാമത്തെ, അത് രണ്ടും പറ്റാത്ത വെറും പാവങ്ങൾക്കുള്ളതാണ് ഭക്തിമാർഗം. അപ്പോൾ വേറൊരുത്തൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവനെ തൂങ്ങി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായത് മനസ്സിലായോ? അതിനാണ് ദേവന്മാരെന്നുള്ള കൺസെപ്റ്റ്. മുസ്ലിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ അവിടെയുണ്ട് മന്ത്രം ചെയ്യുന്നവരും ജപിച്ചു കൊടുക്കുന്നവരും വയറുവേദന മാറ്റാൻ ഭൂതം ഉറക്കാനൊക്കെ നടക്കുന്ന ആൾക്കാർ, മൊല്ലാക്കന്മാർ അതിനകത്തുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ മതങ്ങളിലും ഇതുണ്ട്. ഇല്ലാത്തത് നമ്മുടെ ഇടയിൽ മാത്രമായിരുന്നു. CSI പള്ളിയിൽ പോയി 1.5 മണിക്കൂർ കുർബാന കണ്ടു. കുർബാനയല്ല, വിശുദ്ധ സംസർഗം കൂടി അപ്പം നുറുക്കി പോകുന്നു. വയറുവേദൻ്റെ കാര്യം ആരും മിണ്ടുന്നില്ല. ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പോയി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു, അപ്പം നുറുക്കി കഴിച്ചിട്ട് പോകുന്നു. ഈ പിള്ളേരുടെ അഡ്മിഷൻ ശരിയാവോ ഇല്ലോ എന്നുള്ള കാര്യം അവിടുത്തെ ഉപദേശിക്ക് അറിയാൻ മേല. അപ്പം 2 വളവപ്പുറത്തുള്ള ഉപദേശി പറഞ്ഞു, ഇങ്ങ് പോരെ, വിഷയങ്ങളുടെ പരിഹാരം ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാവരും ചാടി അങ്ങോട്ട് പോയി. പക്ഷെ എന്താ ഇട്ടിട്ട് പോയെന്നറിയോ? എന്താ ഇട്ടിട്ട് പോയത്? ഉപദേശം. നിങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ പെന്തക്കോസ്തുകാരെ കുത്തല്ലേ. ഞാൻ പെന്തക്കോസ്തുകാരനാണ്. കുത്തുകൊള്ളേണ്ടത് കുത്തുകൊള്ളണം. കാരണം ഇന്നൊരു ചർച്ചിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്ര വർഷമായി കാണും ഒരു ചർച്ചിൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്നൊരു ക്ലാസ് എടുത്തിട്ട്. കർത്താവ് നമ്മളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാനുള്ള അപ്പോസ്തോലിക ഉപദേശം പഠിപ്പിച്ചിട്ട് എത്ര നാളായി കാണും. ഇന്നും നമുക്കറിയില്ല എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി നമുക്ക് അനുസരണമായി വരുന്നത് എന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെതല്ലാത്തൊരു നീതിയിൽ ആശ്വസിക്കാൻ വേണ്ടി മാനുഷികമായത് കണ്ടുപിടിച്ചിരിക്കുന്നത്. മുൻപോട്ട് പോയതാ. പക്ഷേ പെന്തക്കോസ്ത് തുടങ്ങി ഒരു 3-4 ദശകങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, ഒരു 5-6 ദശകങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ അമേരിക്കയിലെ പ്രോസ്പെരിറ്റി തിയോളജി അവിടെ അടിച്ചു കയറി അമേരിക്ക വലിയ ശക്തിയായി മാറി. 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ബ്രിട്ടനും ഫ്രാൻസും ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഭയങ്കര ശക്തിയായി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അവരുടെ കയ്യിൽ കാശ് കിടന്ന് മറിയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ പ്രോസ്പെരിറ്റി തിയോളജി ആരംഭിക്കുന്നത്. നിന്റെ വിഷയം ഏതായാലും ആ സായിപ്പന്മാർ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു. ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു ആവറേജ് പെന്തക്കോസ്തുകാരൻ്റെ അവസ്ഥ കഷ്ടമാണ്. അവനിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, രോഗമാണ്, മാറുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഒരു ഉത്തരവില്ല. അപ്പോൾ ചിന്തിക്കുവാണ്, അന്തോണീസ് പുണ്യാളുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല, തങ്കുബ്രതൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോൾ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ എനിക്ക് ഗുണം ചെയ്യുന്നില്ല, എന്നാൽ തങ്കുബ്രതർ എന്ന മധ്യസ്ഥൻ ഗുണം ചെയ്യുന്നുണ്ട്. പുള്ളി കൈവീശുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു തീർത്ഥാടകൻ്റെ മനസ്സാണ് ഈ മധ്യസ്ഥരായ. യേശുക്രിസ്തു ഏകമധ്യസ്ഥനാണോ? ആണോ? പക്ഷെ യേശുക്രിസ്തുവിലൂടെ പോയിട്ട് ഒന്നും നടക്കുന്നില്ല. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പം അതിനർത്ഥം എന്താ? അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ പോരാ. അതിൽ കുറച്ച് ദിവ്യശക്തി ഉള്ള ഒരു അഡീഷണൽ മധ്യസ്ഥൻ ഉണ്ടെങ്കിലേ എൻ്റെ കാര്യം നടക്കൂ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് റിലീജിയൻ, ഇതാണ് മതം. മതം എപ്പോഴും പറയുന്ന ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഇടനിലക്കാരുണ്ട്, അവരിലൂടെ അല്ലാതെ ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇതിനാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇന്ന് കാത്തലിക് ചർച്ച് മരിച്ചുപോയ ആൾക്കാരെ വിശുദ്ധന്മാരായി കണ്ട് അവർ ഒന്നിലും മരിച്ചു പോയി, പാപം ചെയ്യാൻ ഇനി ബാക്കിയില്ല, പോയി. അവരുടെ പെട്ടിക്കകത്തുകൊണ്ട് 10 രൂപ 100 രൂപ അറിയാൻ പോകുന്നില്ല. അവൻ പുള്ളി ഒരു ഉള്ളി വിഗ്രഹം അല്ലേ. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മധ്യസ്ഥന്മാർ അങ്ങനല്ല. അവർ നിങ്ങൾ കൊടുക്കുന്ന എണ്ണി നോക്കുന്ന ആൾക്കാരാ സൂത്രത്തിൽ. അവരെ പിണക്കിയാൽ അവർ ശപിച്ചു കളയും. ഇതൊരു ഭയങ്കരമായ ബന്ധനത്തിനകത്ത് ജനം പെട്ടിരിക്കുകയാണ്. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. കാരണം എല്ലാം മക്കളാ ദൈവത്തിന് മുമ്പിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടു, നിങ്ങൾക്ക് വേണ്ടി രാത്രിയെല്ലാം പോരാടി പ്രാർത്ഥിക്കുന്നത് ഭയങ്കര എക്സ്പെൻസാണ്, അതുകൊണ്ട് നിങ്ങൾ അതിന് കാശ് തരണം. ഇത് അതുപോലെ പാസ്റ്റർമാരെ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന അനേക അമ്മച്ചിമാർ നിങ്ങളുടെ ചർച്ചിലുണ്ട്, രാത്രിയെല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് ആര് കാശ് കൊടുക്കും?
This is a religion that we create, and it is an abomination to God. അപ്പോൾ ഇതെന്താ ഉപദേശം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു സഭ ഒരു ദേശത്തുണ്ടായാൽ സഭ ഉണ്ടാകുന്നവരെ പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും അവരെ സ്നാനപ്പെടുത്തി എടുക്കാം. അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്ന പണിയാണ് പ്രശ്നം. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക. എങ്ങനെ ഉപദേശിക്കും? ഞാൻ വന്ന് പറയാണ് നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ എന്നെ ചുറ്റും വളയും. അതേസമയത്ത് രാജാക്കന്മാരുടെ പുസ്തകത്തിന് ഒരു പ്രസംഗം പറഞ്ഞാൽ നോ പ്രോബ്ലം. രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എൻ്റെ ചുറ്റും കൂടും. എൻ്റെ കയ്യിൽ എല്ലാം രണ്ടെണ്ണം കാണും. പ്രശ്നമാണ്. അതുകൊണ്ട് പഴയ നിയമമാണ് നമുക്ക് പ്രസംഗിക്കാൻ ബെറ്റർ. ആരും ഒരു ചോദ്യം ചോദിക്കത്തില്ല. സന്തോഷമായോ? പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റില്ല. എത്രയോ വില കൊടുത്ത് ഓരോ മതങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും ചാടി ഇതിനകത്ത് വന്നിട്ട് ക്രിസ്തു ഇല്ല, ഉപദേശവും ഇല്ല, അനുസരണവും ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ചാട്ടമെല്ലാം വെറുതെ ആയിപ്പോയില്ലേ? അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? കർത്താവ് പറഞ്ഞ കൽപ്പനകളെ എങ്ങനെ അനുസരിക്കാൻ പറ്റും? ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ്. നിങ്ങൾക്കറിയാമോ, ഇതനുസരിക്കാൻ നമ്മളെ കൊണ്ട് അസാധ്യമാണെങ്കിലും ഇതനുസരിക്കാത്ത ഒരാൾ പോലും സ്വർഗത്തിലുണ്ടാവില്ല. കർത്താവ് നമുക്ക് തന്ന ആ നീതിയുടെ തലം അത് നമുക്ക് അനുസരിക്കാൻ സാധ്യമല്ല നമ്മുടെ ജഡത്തിൽ. എന്നാൽ അതനുസരിക്കാത്ത ഒരാൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവുകയുമില്ല. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം ഞാനിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തി തന്ന പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവൻ മാത്രമേ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയതാണ്, ഇത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളെല്ലാം സാധാരണ പാടുന്ന ഒരു പാട്ട് പാടട്ടെ. ഞാൻ പാട്ട് പറയാറേ ഉള്ളൂ, പാടാറില്ല. എന്നാലും പറഞ്ഞു നോക്കാം. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത നിനക്കി വേദന വരുത്തി വച്ചതി നീചൻ ഞാനല്ലോ. ഈ പാട്ട് നിങ്ങളൊക്കെ പാടാറുണ്ടായിരിക്കും, കർത്തൃമേശയുടെ സമയത്തൊക്കെ പാടാറുണ്ട്. ഇത് എഴുതി തരാന്നറിയോ? 1918 മരിച്ചുപോയ തിരുവനന്തപുരം ജില്ലയിൽ വില്ലേജുകളിലൂടെ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു CSI അച്ഛനല്ല, CSI ഉപദേശി എഴുതിയ പാട്ടാണ്. 1918 അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇത് എഴുതിയത് ഏതായാലും അതിനൊരു 10-20 വർഷം മുമ്പായിരിക്കും എന്ന് വിചാരിക്കാം. അടുത്ത സ്റ്റാൻസ് എന്താണെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം. പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അറിയാൻ നിന്നൊരു നേരം. പരമനീതിയും ദുരിതത്താൽ എന്നെ അറിയാൻ നിന്നെന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ പാടുന്നവരല്ലേ, ഒന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്. പരമനീതിയും ദുരിതത്താൽ എന്നെ അറിയാൻ നിന്നൊരു നേരം എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഇത്രയും നാൾ ഈ പരമനീതി ക്രിസ്തു വെളിപ്പെടുത്തുന്ന വരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഷേവ് ചെയ്തും വെള്ളവസ്ത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ ഈ പരമനീതി വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് എന്നെ അരിഞ്ഞ് നരകത്തിലിടാനല്ലാതെ ഒരു വായിക്കും എന്നെ കൊള്ളില്ല എന്നുള്ള കാര്യം. പരമനീതി എന്നെ ദുരിതത്തിലാക്കി, അരിഞ്ഞ് നരകത്തിലിടാൻ ആ നീതി റെഡിയായി നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ക്രിസ്തുവിനെ പോലെ അല്ലാത്തിടത്തോളം കാലം പാപിയാണ്. പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അറിയാൻ നിന്നൊരു നേരം പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. ഞങ്ങളെ കൊണ്ട് പറ്റാതിരുന്നപ്പം ഞങ്ങളെല്ലാവരുടെ ഈ ഒരു നീതി കാരണം ഞങ്ങളെല്ലാവരും അരിഞ്ഞ് നരകത്തിലിടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ നീതിയാൽ അരിയപ്പെട്ടിടാൻ, ഞങ്ങളുടെ സ്ഥാനത്ത് അരിയപ്പെട്ടിടാൻ നീ ഇറങ്ങി വന്നു. എന്താ വെളിപ്പാട്! ആ കാലമാണ് നമുക്ക് പോയത്. ആ പാട്ടിൻ്റെ താഴോട്ട് പാടുമ്പോൾ ഇങ്ങനൊരു വരിയുണ്ട്. ദൈവകോപത്തിൻ ദർശനം വിട്ട് പാപി ഞാനൊളിച്ചീടാൻ സർവലോകനായക നിൻ വിലാവു വിണ്ടല്ലോ. നിന്റെ നെഞ്ചു പിളർന്ന് അരിയപ്പെടേണ്ടിയിരുന്ന എന്നെ നീ ഒളിപ്പിച്ചു. ദൈവകോപം ലോകത്തിൽ മുഴുവൻ ഈ പാപത്തിന് മേലെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ പിടിയിൽ അകപ്പെടാതെ
നിന്റെ നെഞ്ച് പിളർന്ന് ഞങ്ങളെ നീ രക്ഷിച്ചു. വെളിപ്പാട് പാട്ട് എഴുതുന്ന അതിന് അവസാനത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? അരിഷ്ട പാപി ഞാൻ, നിൻ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ. എനിക്ക് നീയാണ് നീതി, അതിനപ്പുറത്തൊരു നീതി ഇല്ല. നീയാണ് എൻ്റെ വിശുദ്ധീകരണം, അതിന് താഴെ ഒരു വിശുദ്ധീകരണം ഇല്ല. എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് നിന്റെ പുണ്യങ്ങളിലാണ്. എൻ്റെ ആശ്രയം എൻ്റെ പ്രവൃത്തിയിലല്ല. അരിഷ്ട പാപി നിൻ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ. തിരുപ്രതിമയാക്കടിമയെ കൃപ ഏറും കർത്താവേ. കർത്താവേ, നിന്റെ പുണ്യങ്ങളിൽ ശരണം വെച്ച് വരുന്ന എന്നെ നിന്നെ പോലെ ആക്കി നീ മാറ്റണമേ. ഇങ്ങനൊരു പാട്ട് എഴുതാൻ ഇന്ന് പറ്റുമോ? ഇതെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇത് എല്ലാ ദിവസവും പാടുന്നുണ്ട്. ഇതിനകത്ത് ഇത്രയും ഭയങ്കര തിയോളജി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് ഒരു 5-6 മാസം മുമ്പാണ് ഈ പാട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ 2016 മുതൽ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഈ പാട്ടിനകത്തുണ്ട്. അതായിരുന്നു ആ കാലഘട്ടം. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിടുതൽ എന്നുള്ള വിഷയം വരുന്നതുകൊണ്ട് ഈ പാപത്തിൽ നിന്നുള്ള വിടുതലും കർത്താവിനോടുള്ള അനുസരണവും ശിഷ്യത്വവും പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ഇന്ന് സഭകൾ. ഇന്ന് മുതലാളിമാരെ ഒന്നും കൂടെ ആശ്വസിപ്പിക്കുകയും പാവപ്പെട്ടവർ അതുപോലെ മുതലാളിമാരാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സംഘമാണ്. സന്തോഷമായോ? മനസ്സിലായോ? നമുക്കിങ്ങനെ വിട്ടാൽ പറ്റില്ല. അവിടെ ഞാൻ പറഞ്ഞ് നിർത്തിയത്. ഇതെല്ലാം ഒരു ഇൻട്രഡക്ഷൻ ഇത്ര നേരം പറഞ്ഞു. നമ്മുടെ അവസ്ഥ ഇതാണെന്ന് കാണാൻ വേണ്ടിയാണ്. ഈ ഒരു ചർച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പാട്ട് പാടുന്നു, വർഷിപ്പ് ചെയ്യുന്നു. ഈ വർഷിപ്പ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ആത്മാവിനാലായിരുന്നു, ഇപ്പം ഡ്രമ്മിനാലാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ നല്ല വർഷിപ്പ് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഇത്തിരി ഒരു പാട്ട് പാടില്ലോ, ദൈവമേ നിൻ, അങ്ങനെ തുടങ്ങുന്നത്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ഈ പാട്ട് ബീറ്റില്ലാതെ, ഡ്രമ്മില്ലാതെ, മ്യൂസിക് ഇല്ലാതെ പാടി ആത്മാവിലാവുമോ? മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത പാടി ആത്മാവിലാവുമോ? ആവുമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇന്ന് ആവാൻ പറ്റത്തില്ല. ഇന്ന് ആവണമെങ്കിൽ അതിൻ്റെ ഹാർമോണിയം പോരാ, പിയാനോയും പോരാ, അതിൻ്റെ പുറകിലുള്ള ബീറ്റ് വേണം. അതിനകത്തോട്ട് കയറണം, അല്ലെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. ഇത് നമ്മൾ സൃഷ്ടിക്കുക, അല്ലാതെ ആത്മാവ് സംസാരിക്കുന്ന കാലമൊക്കെ ഏതാണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് പോയി. അത് നമ്മൾ സമ്മതിക്കുന്നില്ല. സോ വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് വിത്ത് ദിസ് ബീറ്റ്. ഇത്ര ഞാൻ പറയുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അനുസരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതനുസരിപ്പിക്കുക, അതായത് കർത്താവ് നമ്മോട് പ്രമാണിക്കാൻ തന്ന കൽപ്പനകളെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. അതിനു വേണ്ടിയാണ് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യേശു നമ്മോട് പ്രമാണിക്കാൻ വേണ്ടി ഉപദേശിച്ച കാര്യങ്ങളെ അനുസരിപ്പിക്കുന്നവരാക്കി നമ്മളെ മാറ്റുക. അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതിയേക്കുന്നത്. ലേഖനങ്ങൾ നമ്മൾ തുറന്നു നോക്കാത്തതുകൊണ്ട് അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു നോക്കി. റോമൻസ് ചാപ്റ്റർ 1:6. എന്തിനാണ് പൗലോസ് അപ്പോസ്തലനായത്? ഒരു അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് പർപ്പസിലാണ് തിരഞ്ഞെടുക്കുന്നത്? വായിക്കാം. വായിക്കാം ആരെങ്കിലും? ഞാൻ വായിക്കണം. അല്ല, റോമർ 1:5-6. അപ്പൊ അപ്പോസ്തലത്വം കൃപയും എന്തിനു വേണ്ടിയാണ് വെളിപ്പെട്ടത്? സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. ഇനി റോമാലേഖനം 16:24 നോക്കി. 16:24. ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അപ്പൊ റോമാലേഖനം മുഴുവൻ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ആ അതിവിശുദ്ധ വിശ്വാസം അനുസരണമായി മാറാൻ വേണ്ടിയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
ഇതാണ് പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നവരായി മാറുന്നത്? ഒരു വാക്യോടെ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും. ആ ആ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അപ്പൊ എല്ലാം ഈ പൗലോസ് എഴുതുന്നതും അനുസരണം കാണിക്കാൻ വേണ്ടി, പത്രോസ് എഴുതുന്നതും അനുസരണം കാണിക്കാൻ വേണ്ടി. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നതമായ ദൈവനീതിയോട് അനുസരണമുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിക്കും? വേദപുസ്തകത്തിൽ പറയുന്നത് ഈ അപ്പോസ്തലന്മാരെ മാത്രമല്ല അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്, എല്ലാ കൃപാവരങ്ങളും അതിനു വേണ്ടിയുള്ളതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ച്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഇതെങ്ങനെ നിയമിച്ചിരിക്കുന്നറിയോ? ബൈബിൾ കോളേജ് 3 വർഷം പഠിച്ചിട്ടല്ല അവരങ്ങനെ ആയത്. അത് ദൈവത്തിൻ്റെ നിയോഗമാണ്, അതായത് കൃപാവരങ്ങളാണ്. ഓക്കെ, ഈ കൃപാവരങ്ങളൊന്നും ഇന്ന് കാണാനില്ല. ആകെ കാണാനുള്ളത് ഒരു പാസ്റ്ററെ മാത്രമാണ്. ഇടയൻ, ഉപദേഷ്ടാവ് എവിടെ? എന്നെ നോക്ക്, ഞാനൊരു പാസ്റ്ററല്ല, ഞാനൊരു ഉപദേശിയാണ്. അപ്പം എന്നെ പാസ്റ്റർ ചേസ് എന്ന് വിളിക്കുന്നതിനേക്കാളും കറക്റ്റ് ചേസ് ഉപദേശി എന്ന് വിളിക്കുന്നതാണ്. കാരണം എൻ്റെ കോളിങ് അതാണ്, വചനം പഠിപ്പിക്കുക. ഇന്ന് പാസ്റ്റർ എന്നുള്ളൊരു തസ്തിക അല്ലാതെ ഉപദേശിമാരെവിടെ? ഉപദേശം പറയുന്ന ആൾക്കാരെവിടെ? സുവിശേഷം പറയുന്നവരെവിടെ? അതും പാസ്റ്റർ, ഉപദേശിയും പാസ്റ്റർ, ഇടയനും പാസ്റ്റർ. ഇതെല്ലാം എങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ കോളേജ് 3 വർഷം പഠിച്ചു. വേർ ഈസ് ദ കൃപാവരം? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇപ്പോൾ രോഗശാന്തിയും ഭൂതങ്ങൾ ഓടിക്കൽ പരിപാടികളൊക്കെ കുറഞ്ഞത്? എങ്ങനെയാന്ന്? സുവിശേഷകന്മാരില്ലാതായതുകൊണ്ടാണ്. ഈ സുവിശേഷകന്മാരുടെ അധികാരമായി. ഭൂതം സഭയ്ക്ക് അകത്താണോ വെളിയിലാണോ? മിക്കവാറും ഇപ്പോൾ അകത്താണെന്ന് നിങ്ങൾ പറയായിരിക്കും. പക്ഷേ ദേ ആർ സപ്പോസ് ടു ബി ഔട്ട്സൈഡ്. ഭൂതങ്ങൾ സഭയ്ക്കകത്തല്ല വേണ്ടത്, വെളിയിലാണ്. ഈ വെളിയിൽ പോയി സുവിശേഷം പറയുമ്പോഴേ ഭൂതം ഇളകുന്നത്. അല്ലാതെ സഭയിലിരുന്ന് ആരാധിക്കുമ്പോൾ ഇളകുന്ന ഭൂതം അല്ലാതെ ഈ ഡ്രം അടിച്ച ഹൃദയത്തിനകത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര നിർവൃതി, എക്സസി, ഉന്മാദമൊക്കെ ഉണ്ടാവും. ചില ആൾക്കാരുടെ കിളി പോകും. അങ്ങനെ വരും. ഇത് വെളിയിൽ പോയി നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒറിജിനൽ ഭൂതങ്ങൾ വരുന്നത്. അപ്പോൾ സുവിശേഷം പറയാൻ പോകുന്നവന് ഈ ഡ്രമ്മിൻ്റെ അടി കയറിയിട്ട് കിളി പോകുന്നവർക്ക് അന്നേരം ഇറക്കി വിട്ടാൽ പോയെങ്കിലും പിന്നെ ഈ സാധനം വരും. പിന്നെ ഈ ഡ്രം അടി കേൾക്കുമ്പോൾ പിന്നെ ഇളകും. നമ്മൾ വിചാരിക്കുന്ന ഭൂതമാണ്. അതാ ചിലർക്ക് ഈ ബീറ്റ് സഹിക്കാൻ പറ്റില്ല, ബ്രെയിനിന് താങ്ങാൻ പറ്റില്ല. ഒറിജിനൽ ഭൂതം അതൊന്നും അല്ല സാധനം. ഇത് സുവിശേഷം പറയാൻ റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് അവരെയൊക്കെ. അപ്പോൾ ഈ സുവിശേഷം പറയാൻ പോകുന്നവനാണ് അതിനെ കാസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്, കാസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്. രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ ഒരു ആ സുവി ഇല്ലേ, സുവി പാ അല്ല, അതിനു മുമ്പുള്ള സാധനം സുവി എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാന്നറിയോ? പാസ്റ്റർ ഓർഡിനേഷൻ കിട്ടുന്നതിന് മുമ്പുള്ള ആൾക്കാരാണ് സുവിശേഷകൻ. എന്തൊരു കഷ്ടമല്ലേ ഇത്! ഒരു കൃപാവരത്തെ അങ്ങനെ അങ്ങ് കളഞ്ഞു. ഈ രോഗശാന്തി, ക്യാൻസർ വന്നാൽ മാറേണ്ടത് വിശ്വാസിയുടെ ആണോ അവിശ്വാസിയുടെ ആണോ? പെട്ടെന്ന് പറ. അവിശ്വാസിയുടെ. വിശ്വാസിക്ക് മരിച്ചാൽ കുഴപ്പം? എങ്ങോട്ടാ പോകുന്നേ? ഉറപ്പാണോ? ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തി. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലായിരിക്കും. കർത്താവിന് സ്തോത്രം. ഇതൊന്നും സാധാരണ ഇത്തരം പേര് കൈവെക്കാറില്ല, പാസ്റ്റർമാരാണ്ടായിരിക്കും. അപ്പം നമുക്കൊരു ക്യാൻസർ ഒന്നും മരിച്ചാൽ കുഴപ്പമില്ല. അങ്ങനല്ല ഈ വഴി കിടക്കുന്നവൻ്റെ അവസ്ഥ. അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ അറിയണം ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അവനെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് സുവിശേഷകൻ എന്നുള്ളൊരു കൃപാവരം നിന്നു പോയപ്പോൾ ഇതെല്ലാം നിന്നു. ഇന്ന് ആകെ ഒരു പാസ്റ്ററെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പുള്ളിയുടെ കൃപാവരം എന്താണെന്ന് പുള്ളിക്ക് അറിയത്തുമില്ല. ചിലപ്പോൾ ടീച്ചറായിരിക്കും, ചിലപ്പോൾ സുവിശേഷകനായിരിക്കും, ചിലപ്പോൾ ഇടയനായിരിക്കും. അതൊന്നും ആരും നോക്കുന്നില്ല. തന്നെയുമല്ല ഈ സഭയിലുള്ള ബാക്കി ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പണിയും ഇല്ലാതായേക്കുവാണ്. പണ്ടൊക്കെ യാക്കോബ് പള്ളി ചെന്ന് കഴിഞ്ഞാൽ
അവിടുത്തെ പോയി നിൽക്കുന്നവർക്ക് ഒരു പണിയില്ല. പണ്ട് കാനോശം പറഞ്ഞ പോലെ വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം. ഇന്ന് പെന്തക്കോസ്തുകളിൽ എങ്ങനെ ആയിട്ടുണ്ട്, വന്നോണം ഇരുന്നോണം ഇട്ടോണം പൊക്കോണം എന്നും വേണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പ്രബോധനം പറയില്ല. പ്രബോധനം പറയാൻ ആരുമില്ല. ഒരാൾ പ്രബോധനം പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ അടിയായിരിക്കും. സാക്ഷ്യം പറയാൻ ആരുമില്ല. സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ സഭയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പരിശോധിച്ച് നോക്കിയോ. കഴിഞ്ഞ ആഴ്ച കർത്താവ് എല്ലാവരും നല്ലവനുമായിരുന്നു, കഴിഞ്ഞ ആഴ്ച എൻ്റെ മക്കൾ അമേരിക്കയിൽ നിന്ന് വന്നു, യാത്രയെല്ലാം ദൈവം കൂടെ ഇരുന്നു, തിരിച്ച് ആദ്യത്തെ മാസം പോകും, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡോട് പറഞ്ഞു തീർക്കും അല്ലേ. ഈ ആഴ്ച എൻ്റെ പിള്ളേരുടെ എക്സാമിനേഷനാണ്, എക്സാമിനേഷൻ നല്ല മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭയങ്കര സ്പീഡ്. ഇതൊക്കെ കാണാപ്പാടോ ഫുൾ. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രബോധനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പണ്ടൊക്കെ നമുക്ക് പാട്ടെങ്കിലും പാടാമായിരുന്നു. ഇന്ന് പാട്ട് പാടുന്ന പ്രൊഫഷണൽസാണ്. അവർ പാടുന്നവരെ നമുക്ക് പാടാൻ പറ്റില്ല. ഈ മൈക്കിൻ്റെ ശബ്ദം കാരണം എന്തതിശയമേ, ഞാൻ പാടി എനിക്ക് തന്നെ കേൾക്കാൻ മേല, എനിക്ക് തന്നെ കേൾക്കത്തില്ല. അപ്പം ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അവർക്കും ഇഷ്ടം അതാ. കാരണം അവരുടെ രാഗവും താളവും സംഗതി എല്ലാം തെറ്റും. എല്ലാം പ്രൊഫഷണൽസ് കൊണ്ടുപോയി, പാട്ട് അവർ കൊണ്ടുപോയി, പ്രസംഗം അവർ കൊണ്ടുപോയി, പ്രബോധനം വരെ അവർ കൊണ്ടുപോയി. നമുക്കൊന്നും ചെയ്യാനില്ല. സാധാരണ വിശ്വാസിക്കൊന്നും ചെയ്യാനില്ല. പോയി ഇരിക്കുക, പോരുക, പോരാൻ നേരത്ത് ഇടാൻ മറക്കരുത്. അത്രയും മാത്രമുള്ളൊരു പണി മാത്രമേ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സഭകളിൽ കൃപാവരങ്ങളില്ല, ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരു കൃപാവരത്തിൻ്റെ ശുശ്രൂഷയും കാണാനില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും ഞാൻ ബ്രദറുകാരനാണ്. കാരണം വചനം അവരെ പറയുള്ളൂ അത്രേ. ആണോ? ഞാൻ ബ്രദറുകാരനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം? എൻ്റെ ചോദ്യം, എവിടെ പോയി കൃപാവരങ്ങളെന്ന്? ഇന്ത്യ നമ്മുടെ, നിങ്ങൾക്കറിയാമോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ ലേഖനം 12 പറഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ ആ സഭയിൽ ഓരോ അവയവമായിട്ടാണ് ചേർക്കുന്നത്. ഒന്നുകിൽ കൈ, അല്ലെങ്കിൽ കാല്, അല്ലെങ്കിൽ വായ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃപാവരമില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ ഒരു സഭയിലും ഇല്ല. ക്രൈസ്റ്റ് മിസ്റ്റിക്കൽ ബോഡി ഡസ് നോട്ട് ഹാവ് എനി ഓർഗൻ ദാറ്റ് ഡസ് നോട്ട് ഫങ്ഷൻ. പക്ഷെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു വലിയ കോമ്പറ്റീഷനാണ്. ഇപ്പം ഞാൻ ആലോചിക്കും, ഞാൻ അടുത്തൊരു പാസ്റ്ററായിട്ടിരിക്കുമ്പം ഉപദേശിയുടെ വിളിയുള്ള ഒരാൾ നല്ല പ്രസംഗം പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഓ, ഈ പാസ്റ്റർ കൊള്ളത്തില്ല, ആ പാസ്റ്റർ എന്ന് പറഞ്ഞ് കുറേ പേര് അങ്ങോട്ട് പോയി. ഈ കൃപാവരം വേർതിരിച്ച് മനസ്സിലാക്കില്ല. ഒരാൾ 2 ഭൂതത്തെ പുറത്താക്കിയ ഉടനെ അയാൾ പുതിയ സഭ തുറന്നു. അയാൾ ഇടയനല്ല, അയാൾ സുവിശേഷകനാണ്. പക്ഷെ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇന്ന് സഭ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. എൻ്റെ ഒരു സഹോദരൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അദ്ദേഹം 2012 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഭൂതങ്ങൾ പോയി. അപ്പോൾ ഇദ്ദേഹം ഇത്തിരി മുതിർന്ന ഒരാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, ഞാൻ സഭ തുടങ്ങാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു, അപ്പോൾ എനിക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, ഓക്കെ, നിങ്ങളൊരു സഭ തുടങ്ങി, ഒരു 15 ഭൂതങ്ങൾ പോയി, അവരെല്ലാം സഭയിൽ വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. നിങ്ങളിനി അവരെ എന്ത് പഠിപ്പിക്കും? ഭൂതം പോയല്ലോ, ഇനിയും ഭൂതം വരുമായിരുന്നെങ്കിൽ അതിനെ പുറത്താക്കായിരുന്നു. പക്ഷെ അത് പോയി. അപ്പോൾ ഉപദേഷ്ടാവ് എവിടെ? വചനം പഠിപ്പിക്കുന്ന ആളെവിടെ? ഇവരെ ക്രിസ്തുവിലേക്ക് നടന്ന ഇടയൻ എവിടെ? ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ ഈ കൃപാവരങ്ങളെല്ലാം വരികയും അത് ബിസിനസ്സായി മാറാതെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് പോലെ ആയാൽ ദൈവം ഇന്നും ആ കൃപാവരങ്ങളെ അയക്കും. പക്ഷെ അത് ക്രിസ്തുവിനെ ഉയർത്താനാകണം. പ്രവാചകന്മാരെന്താ പറയുന്നത്? എന്നോട് 2-3 പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെന്നോട് പറയാൻ വന്നിട്ടില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവാണ്. ഞാൻ എങ്ങോട്ട്? 200 പേരോട് സംസാരിക്കും, നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ മാറാൻ പോവാ. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന യേശുവിൻ്റെ മനസ്സ് വേണം. കിട്ടുവോ? ഒരാൾ വേദനയിലാണെന്ന് അറിയുമ്പം കിലോമീറ്റർ വണ്ടി ഓടിച്ച് അയാളുടെ അടുത്ത് ചെല്ലാനുള്ള ഒരു ഇടയൻ്റെ ഹൃദയം, കർത്താവിൻ്റെ ഹൃദയം, ഫിലിപ്പോസിൻ്റെ ഹൃദയം, സുവിശേഷകൻ്റെ ഹൃദയം. അപ്പം ഇവർ പറയുന്ന അതൊക്കെ പാപമാ, ശാപമാ. ഈ 2000 പേരോട് സംസാരിക്കുന്നതാണ് സക്സസ്. ഇത് ഞാൻ അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, ഞാൻ പ്രവചിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇത് ഏത് ആത്മാവാന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ പുള്ളി പ്രവചനം നിർത്തിയപ്പോൾ കർത്താവ് നല്ല ജോലി കൊടുത്തു, സുന്ദരമായിട്ട് ജീവിക്കുന്നു. എത്ര പേരെ മോഹിപ്പിച്ച് നരകത്തിൽ വിടേണ്ട ആളാണെന്നറിയോ? എത്ര പേരെ രക്ഷപ്പെട്ടത് ഒരാൾ മാറുമ്പോഴേക്കും. ഇവിടെ ഇത്രയും കൃപാവരങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അതിന് താഴോട്ട് പറയാണ് എന്തിനു വേണ്ടിയാണ്. 11-ാം വാക്യം നമ്മൾ വായിച്ചില്ലേ? അവൻ ചിലരെ അപ്പോസ്തലന്മാരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അടുത്ത വാക്യം, അത് നാം ദൈവപുത്രനെ കുറിച്ചുള്ള
പരിജ്ഞാനത്തിലും. വായിക്കാമോ? ഞാൻ വായിക്കാം. ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയും തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പൊ എന്തിനാ ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് വരുന്നത്? ക്രിസ്തു എന്ന തലയോളം ഓരോരുത്തരെയും വളർത്തുവാനും ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അവർ ക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ളവരായി മാറാനും വേണ്ടിയാണ് സഭ. അപ്പൊ ശുശ്രൂഷകളെല്ലാം ദൈവം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവരെ അമേരിക്ക വിടാൻ വേണ്ടിയല്ല, അവരെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. അമേരിക്ക പോകേണ്ടവനൊക്കെ പൊക്കോളും, അത് നമ്മുടെ പണിയല്ല. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ ഒരു ചർച്ച, ഞാൻ ചർച്ച് ഓഫ് ഗാഡ് എന്ന് വിചാരിച്ചോണ്ടോ പോയത്, ന്യൂ ജനറേഷൻ ആയിരുന്നു. അവർക്ക് എന്നെ അറിയാൻ മേലായിരുന്നു, എനിക്ക് അവരെ അറിയാൻ മേലായിരുന്നുകൊണ്ടാണ് ഞായറാഴ്ച വിളിച്ചത്, അല്ലെ വിളിക്കത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എല്ലാവരെയും കൊണ്ട് ആരാധിപ്പിക്കും. അങ്ങനെ എന്നറിയോ? നിങ്ങളുടെ കൈ കൊണ്ട് അധ്വാനിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഗൾഫ് വരെ പോകുമായിരിക്കും, പക്ഷെ നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോകാൻ കഴിവുള്ളൊരു ദൈവമാണ്. എന്താ വർഷിപ്പായിരുന്നറിയോ? അവിടെ പൊട്ടിത്തെറിച്ചു ആൾക്കാർ, ഭയങ്കര ശബ്ദം. പുള്ളി അമേരിക്കയുള്ള ഒരാളെ കല്യാണം കഴിച്ച് അമേരിക്ക പോയ ആളാ. നാച്ചുറലി പുള്ളിക്കത് പറയാം. അപ്പോൾ കർത്താവായ യേശുമശിഹ എന്തിനാ ക്രൂശിൽ മരിച്ചത്? ഇന്ത്യയിലുള്ളവരെ എല്ലാവരും അമേരിക്കയിൽ കൊണ്ടുപോകാൻ. പ്രത്യേകിച്ച് മലയാളി സുറിയാനി ക്രിസ്ത്യാനികളുടെ പിള്ളേരെ എല്ലാം അമേരിക്കയിൽ എത്തിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? എന്ത് ചെയ്യും? എന്നോട് തൃശ്ശൂരിൽ വെച്ച ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, 3.5 മണിക്കൂർ പ്രസംഗമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൻറ്റി എൻ്റെ അടുത്തുണ്ടോ പ്രസംഗമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊള്ളാം, ഓക്കെ. എനിക്കറിയാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് എൻ്റെ അർത്ഥം. കാരണം ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആട്ടെ. അപ്പം അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എന്താ? എൻ്റെ മകൻ അമേരിക്കയിലോട്ടും കാനഡയിലോട്ടുമുള്ള സ്കോളർഷിപ്പ് ശരിയായിട്ടുണ്ട്, എവിടെ പോകുന്ന ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാം. ഞാൻ പറഞ്ഞു, മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം. ഇനി ഇതിനിടയിൽ അമേരിക്കയാണോ കാനഡയാണോ എന്ന് പറയാൻ എനിക്ക് അമേരിക്ക അറിയാൻ മേല, കാനഡ അറിയാൻ മേല. നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എക്സ്പെർട്ടിനെ കണ്ട് ചോദിക്കുന്നില്ല ഏതാ ഭേദമെന്ന്. അതിന് ഉപദേശം എടുത്തു വന്നിട്ടുള്ള കാര്യമുണ്ടോ? ഞങ്ങളുടെ കർത്താവ് ആകെ പറഞ്ഞേക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ശുശ്രൂഷ ചെയ്യാൻ മാത്രമാണ്. പക്ഷെ ഇത് ആദായ മാർഗ്ഗമല്ല. അന്നേരം കാശ് കിട്ടില്ല, ഉള്ള കാശ് പോവുകയും ചെയ്യും. അതാ ഇതിൻ്റെ പ്രശ്നം. ഈ ഉപദേശം പ്രസംഗിച്ചാൽ അല്ലേ, നമ്മൾ 4 പേരെ പ്രാർത്ഥിച്ചവരെ മുതലാളിമാരാക്കി അമേരിക്കയിൽ വിട്ടാൽ അല്ലേ അവരുടെ കിട്ടുന്ന 4 ലക്ഷം രൂപയുടെ 40,000 എനിക്ക് കിട്ടുള്ളൂ. അതേസമയത്ത് എൻ്റെ ഉപദേശം കേട്ട് അമേരിക്കയിലെ ജോലിയും കളഞ്ഞൊരു മിഷണറി ആയി പോയാൽ പിന്നെ എൻ്റെ കയ്യിലുള്ള എടുത്ത് അവന് കൊടുക്കേണ്ടി വരത്തില്ലേ? നിങ്ങൾ ആലോചിക്കുക. അപ്പൊ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഹൃദയമുള്ളവരല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റില്ല. പണം സമ്പാദിക്കുന്നതും ആളുകൾ അംഗീകരിക്കുന്നതും വിദേശയാത്ര നടത്തുന്നതുമാണ് സക്സസ് എന്ന് വിചാരിച്ചാൽ നമുക്ക് ആരെങ്കിലും ക്രിസ്തുവിനെ പോലെ ആക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ സഭകൾ ഇന്ന് പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തു അവിടെ എങ്ങും വെളിപ്പെടുന്നില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച്, ഒരു സൺഡേ ചെന്ന് കഴിഞ്ഞാൽ 2 പാട്ട്, അവിടെ ഞാൻ തുടങ്ങിയത് 2 പാട്ട്, പിന്നെ പ്രാർത്ഥന, പിന്നെ സങ്കീർത്തനം വായന ദാവീദിനെ കുറിച്ചായിരിക്കും. ദാവീദ് മട്ടുപ്പാവിൽ കൂടെ നടന്നതും തലയും കുത്തി വീണതും പിന്നെ നാദാൻ വന്ന് നേരെയാക്കിയതും പിന്നെ അതിൻ്റെ ലവം കാണിച്ചതെല്ലാം പിന്നെ മാനസാന്തരപ്പെട്ടതൊക്കെ. അത് കഴിയുമ്പം പ്രാർത്ഥന, സാക്ഷ്യം കഴിഞ്ഞ് ഒരു സ്പെഷ്യലിസ്റ്റ് പ്രസംഗകനുണ്ടായിരിക്കും. പുള്ളി മോശയുടെ എക്സ്പെർട്ടായിരിക്കും. പുള്ളിയുടെ ഏറ്റവും നല്ല പ്രസംഗം മോശയുടെ പ്രസംഗമായിരിക്കും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകട്ടോ, വഴി സംസാരിക്കുമോ, എന്ത് നല്ല ആരാധനയായിരുന്നു, അതെ ഞാൻ ഇരുന്ന സ്ഥലം ഏതാന്ന് പോലും മറന്നുപോയി, എന്താ പ്രസംഗമായിരുന്നു, ഞാൻ ഇങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല, മോശ അങ്ങനെ ആയിരുന്നല്ലേ, അതെ. അപ്പോൾ വേറൊരാൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊന്നും പറയാറില്ല ഇവിടെ. അന്നേരല്ലേക്കുന്നത് 2-3 വർഷമായിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും. 2-3 വർഷമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ വർഷിപ്പ് ചെയ്യാൻ നിൽക്കുന്നവന് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവത്തെ ഓർത്താൽ എങ്ങനെ തുള്ളാതിരിക്കും സഹോദരങ്ങൾ. ഇത്രത്തോളം നടത്തിയ ദൈവം, കഴിഞ്ഞൊരു വർഷം നടത്തിയ ദൈവം. എന്താ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് എന്ന് പറയാൻ പറ്റാത്ത? എന്താ പറ്റാത്ത?
എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞ് എനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ച് എന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, നീ അവിടെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. എന്നെ ദൈവമകനാക്കാൻ വേണ്ടി സകലത ഉപേക്ഷിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവേ സ്തോത്രമൊന്നും പറയാൻ പറ്റാതെ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഇടിക്കാതെ കാത്തേന്. വണ്ടി ഇടിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നേനെ. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില സഹോദരങ്ങൾ സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം അനേകം ആൾക്കാർ നിദ്ര പ്രാപിച്ചു അല്ലേ? ചില ആൾക്കാർ ഞെരങ്ങി മൂളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശമായ റാന്നിയിൽ ഞങ്ങൾ ശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം. എന്താ പുള്ളി പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം അനേകം വിശുദ്ധന്മാരെ കർത്താവെ നീ നിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും, ആ വൈബ്രേഷനാണ് വൈബ്രേഷൻ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് വിചാരിക്കും ഇവനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാലും വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ കാലത്ത് ഒരു 50 വർഷം മുമ്പ് കർത്താവെ വരണേന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു ജനം, പ്രത്യാശാഗാനം എഴുതി പാടിക്കൊണ്ട് നടന്ന ഒരു ജനത്തിൻ്റെ കൊച്ചുമക്കളുടെ അവസ്ഥയത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എവിടെ നോക്കിയാലും പ്രത്യാശയുടെ പാട്ടായിരുന്നു. അന്ന് സിനിമാ കോട്ടയിൽ നിന്ന് വെളിയിലോട്ട് പാട്ട് വയ്ക്കായിരുന്നു. ഇന്നൊക്കെ വെളിയിലോട്ട് പാട്ട് വെച്ചാൽ പോലീസ് പിടിച്ചോണ്ട് പോകും, സൗണ്ട് പൊല്യൂഷൻ. ഞാൻ സിനിമാ കോട്ടയുടെ മൈക്കിൽ നിന്ന് സ്പീക്കറിൽ നിന്ന് കേട്ടിട്ടുണ്ട് രാജാതിരാജൻ മഹിമയോടെ എന്നുള്ള പാട്ട്. അത്ര പോപ്പുലർ ആയിരുന്നു ആ പാട്ട്. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. ഇത് ചർച്ചിൽ പാടുന്ന പാട്ടല്ല, വഴിയിലൂടെ പാടുന്ന പാട്ടുകളായിരുന്നു. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി അല്ലേ? പിന്നെ അക്കരയ്ക്ക് യാത്ര, നമ്മുടെ ആ കാലഘട്ടത്തിലുണ്ടായ പിള്ളേർ മുഴുവൻ കുഞ്ഞു പിള്ളേർ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓർമ്മയുണ്ടോ? എല്ലാ പിള്ളേരുടെ മയിലാപ്പാട്ടായിരുന്നു. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ യാത്രയതിൽ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, എല്ലാ പാട്ടും എപ്പോൾ വരും. കൺവെൻഷൻ നടത്തിയാൽ പ്രത്യാശ ഗാനങ്ങളുടെ ഒരു ചെറിയ ബുക്കിലിട്ട് അടിക്കും, എല്ലാം പ്രത്യാശ ഗാനങ്ങളായിരിക്കും. ട്രാക്ട് അടിച്ചാൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ, ഇതായിരുന്നു ഫുൾ. ജസ്റ്റ് 30 വർഷം മുമ്പ്, ജസ്റ്റ് 30 വർഷം മുമ്പ്. ഇന്ന് എഴുതുന്ന പാട്ടെന്തെന്നറിയോ? എൻ്റെ പുരയ്ക്കകത്തേക്ക് നീ വരാതെ ദൂരെ നിന്ന് എന്നെ അനുഗ്രഹിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. കാരണം പുര ആകെ വൃത്തികേടാണ്, ഞാൻ നന്നാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട, നിൻ്റെ ഒരു വാക്ക് മതി. അത് പറഞ്ഞ് എന്താ ആരാധനയെന്നറിയോ? കർത്താവിനെ വേണ്ട, ഇങ്ങോട്ട് വന്നേക്കല്ലെന്നാ. വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്ക് കാര്യം നടന്നാൽ മതി, കാര്യം നടന്നാൽ മതി, നിന്നെ എനിക്ക് വേണ്ടേ വേണ്ട. അത് പാടി ഇവിടെ മറിയുവാണ് ആൾക്കാർ. എന്നാ ഇതാ പാടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നല്ലത് പാടുമ്പോഴും അറിയില്ല, ചീത്ത പാടുമ്പോഴും അറിയില്ല. നമുക്ക് റിതം കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മൾ കോണി കയറി അങ്ങ് പോകും. പിന്നെ എത്ര മണി അടിച്ചാലും നമ്മൾ ഇറങ്ങി വരുന്നതെന്ന്. നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്തിരി വന്നാലും കുഴപ്പമില്ല, ഇത് പറയാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ശുശ്രൂഷകരുടെ മുമ്പിൽ വിശ്വാസികൾ ഒന്നും ഇരിപ്പുണ്ട്. ഓരോ പ്രാവശ്യം ശുശ്രൂഷ കഴിയുമ്പോൾ അവർ ആലോചിക്കണം, കർത്താവിനോടടുത്തോ അമേരിക്കയോടടുത്തോ എന്നിവർ. ഒരു പ്രസംഗം കഴിയുമ്പോൾ ഈ ലോകം വളരെ മനോഹരമാണെന്നും ഈ ലോകത്ത് ഇനിയും എന്തൊക്കെയോ സാധിക്കാനുണ്ടെന്നും നിങ്ങൾ ജയിച്ചു വരണമെന്നും കാശുണ്ടാക്കണമെന്നുമുള്ള ആഹ്വാനമാണോ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുന്നത്? അതോ ഈ ലോകം തീരാറായെന്നും ഇവിടം വിട്ട് പറന്നു പോകാറായെന്നും കർത്താവ് വരാറായെന്നും ഇവിടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുതെന്നും നമുക്ക് ജീവനുള്ളൊരു പ്രത്യാശ വേണമെന്നും ആണോ ഇന്ന് സഭകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നത്? എന്താ തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഈ പ്രത്യാശയുടെ ശബ്ദം സഭയിൽ കേൾക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ആടുകളുടെ ഒരു കണക്ക് നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, ഉറപ്പാണ്. അതേത് സമയത്ത് സംഭവിക്കാം. ഇനി രണ്ടാമതൊരു പ്രസംഗം പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ശുശ്രൂഷകരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ശുശ്രൂഷ എന്നുള്ള രീതി പറയുന്നതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നടത്താനുള്ള കൃപാവരമാണ്. ഈ കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഒത്തവണ്ണം. അപ്പോൾ ഒരാൾക്ക് ടീച്ചറുടെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ യേശു കർത്താവ് ഇവിടെ നിന്ന് സംസാരിക്കുവാണെങ്കിൽ എന്ത് വെളിപ്പെടുത്തുമായിരുന്നു? അതാണ് ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണം, ക്രിസ്തുവിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അത് കിട്ടുന്നത്. അത് ഇടയൻ അങ്ങനെ തന്നെയാണ്. ഒരു ഇടയന് ആ കൃപാവരം കിട്ടുമ്പോൾ ആ കൃപാവരം അവനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിക്കാനാണ് പഠിപ്പിക്കും. അപ്പം അനേക ശുശ്രൂഷകൾ വരുമ്പോഴേക്കും അവരുടെ കഴിവല്ല, അവർക്ക് ആത്മാവിൽ ലഭിക്കുന്ന കൃപാവരം ഓരോ മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് വർക്ക് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ നീതിയുടെ അനുസരണത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് മാത്രം ചിന്തിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം.
കർത്താവിൻ്റെ ടീച്ചിങ്സ് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, അത് ഇമ്പോസിബിൾ ആണെന്നാണ് കർത്താവ് പറയുന്നത്. ഇമ്പോസിബിൾ, കർത്താവ് തന്നെ പറയും. ധനവാനായ മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കാൻ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞ എന്താണ്? നിനക്കൊരു കുറവുണ്ട്, എന്ത് ചെയ്യണം? നീ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. എനിക്ക് തോന്നുന്നു കർത്താവ് വന്ന് പറയാം, നീ നിനക്കുള്ള കാശല്ല ഇങ്ങ് കൊണ്ടുവന്നേരെ, ഞങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞ് ചിലപ്പോൾ ചെയ്തേനെ. കാരണം നമ്മൾ ഈ കാശ് കൊണ്ട് ചർച്ചിന് കൊടുക്കുമ്പോൾ ഒരു ഗമയെങ്കിലും കിട്ടും അല്ലേ? എന്നാൽ ഈ പാവപ്പെട്ട വഴിയിരിക്കുന്നവർക്ക് കൊടുത്തൊരു ഗമ പോലും കിട്ടാനില്ല. അങ്ങനെ നീ നിനക്കുള്ളതെല്ലാം കൊടുത്തിട്ട് നീ ഇങ്ങ് വാ. അവന് ഭയങ്കര സമ്പത്തുള്ളവനായിരുന്നുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നുപോയി. ഞാൻ ഈ ചർച്ചിലൂടെ നേരത്തെ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇവർ പോയി കഴിഞ്ഞപ്പം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒരൊട്ടകം സൂചിക്കുഴയുടെ കിടക്കുന്നു. നിങ്ങൾ ഒട്ടകത്തെയും കണ്ടിട്ടുണ്ടാവും, സൂചിക്കുഴയും കണ്ടിട്ടുണ്ടാവും. കർത്താവ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? എൻ്റെ കർത്താവ്, ഒട്ടകം എങ്ങനെ സൂചിക്കുഴയുടെ കിടക്കും? ഒട്ടകത്തിൻ്റെ രോമം പോലും സൂചിക്കുഴയുടെ കിടക്കില്ല. അപ്പം നമ്മുടെ പണ്ഡിതന്മാർ ഇപ്പോൾ പുതിയ പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഹീബ്രു പഠിച്ചില്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ മനസ്സിലാക്കാനും പറ്റില്ല എന്ന് പറയുന്നത്. എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ? പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ബൈബിൾ മറിച്ച് കളയുക. ഇന്ന് ലോകത്തുള്ള ഏത് എബ്രായ ഭാഷാ പണ്ഡിതന്മാർ, നമ്മുടെ മലയാളി പണ്ഡിതന്മാരെക്കാളും അസാമാന്യ പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന ബൈബിൾ മനസ്സിലായി ഞാൻ പറഞ്ഞു? നിങ്ങളുടെ കയ്യിരിക്കുന്ന മലയാളം സത്യവേദ പുസ്തകം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻസ് ഓഫ് ദ ബൈബിൾ. പഴയ വേർഷനാണ് ഞാൻ പറയുന്നത്, പുതിയതല്ല. അത് എഴുതിയവരുടെ പാണ്ഡിത്യം, അല്ലെങ്കിൽ അവർ ബേസ് ചെയ്ത ബൈബിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കിങ് ജെയിംസ് വേർഷൻ എഴുതുമ്പം ജെയിംസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ രാജാവ് ആ ദേശത്തുള്ള ഏറ്റവും വലിയ ലാറ്റിൻ ഗ്രീക്ക് സ്കോളേഴ്സിനെ വിളിച്ചിട്ടാണ് ജയിപ്പിക്കുന്നത്. ആ ബൈബിൾ തിരിഞ്ഞു നോക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ. ഇത് എല്ലാം നല്ല വലിയ പണ്ഡിതന്മാർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിരിക്കുന്ന ട്രാൻസ്ലേഷൻ ട്രസ്റ്റ് ചെയ്യണം. ഈ ബൈബിൾ വായിച്ചിട്ട് ഗ്രീക്കിൽ ഇങ്ങനല്ല അങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് ടു ട്രസ്റ്റ് ദ ട്രാൻസ്ലേറ്റേഴ്സ് പ്രൈമറിലി. അതല്ലെങ്കിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഈ ബൈബിൾ ഇല്ലാതായി പോകും. പണ്ട് കാലത്തെ കത്തോലിക്ക അച്ഛന്മാർ ലാറ്റിൻ പഠിച്ചിട്ട് ലാറ്റിനിൽ വായിച്ച് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ലാറ്റിൻ വായിച്ചിട്ട് അതിനകത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഒരാഴ്ചത്തേക്കുള്ള വചനം കൊടുത്തിട്ട് അവർ പോകും. സാധാരണക്കാർക്ക് വായിക്കാൻ ബൈബിളില്ല. ഇന്ന് അതേ അവസ്ഥയിലോട്ടാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരെല്ലാം കൂടെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ദേ ആർ ടേക്കിംഗ് അവേ അവർ ബൈബിൾസ്, ടെല്ലിങ് യു ദാറ്റ് ഓൺലി ദേ നോ ദ റൈറ്റ് മീനിങ്. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒരു അക്രൈസ്തവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൻ്റെ അർത്ഥം ഇതല്ലേ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് അത് തന്നെയാണ് എന്ന് അവന് പറയാൻ പറ്റുന്ന അത്ര ക്ലാരിറ്റിയിലാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പെർസ്പിക്യൂറ്റി എന്നാണ്. അത് ബൈബിളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. പെർസ്പിക്യൂറ്റി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ ക്ലിയറായും കൃത്യമായിട്ടുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില പണ്ഡിതന്മാർ വന്നിട്ട് പറയാണ്, ഈ സൂചിക്കുഴ എന്ന് പറയുന്നത് ശരിക്കും യെരുശലേമിലേക്ക് പോകുന്നിടത്തുള്ളൊരു ഗേറ്റാണ്. അപ്പോൾ ഒട്ടകങ്ങൾക്ക് വേണം സൂചിക്കുഴയുടെ കിടക്കാം. എങ്ങനെ കിടക്കാം? ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ദശാംശം ഇട്ടാൽ മതി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ കയറും. പക്ഷെ അത് കേട്ട ശിഷ്യന്മാരതിന് ശേഷം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നീ ഒരു സൂചിക്കുഴയിലൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും എന്നാ ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? കുനിഞ്ഞു പോയാൽ മതി എന്ന് കർത്താവ് പറഞ്ഞാൽ പോരായിരുന്നോ? ഇപ്പൊ കർത്താവ് പറയുന്ന മറുപടി എന്നറിയോ? മനുഷ്യരാൽ അത് അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. അപ്പൊ നമ്മളെ കൊണ്ട് അനുസരിക്കാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുകയാണ് ഇത്രയും വലിയ നീതി തന്ന കർത്താവ് ആ നീതിയിലൂടെ എന്നെ നടത്തും. എൻ്റെ ജഡത്തിനെതിരെ നടക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ജഡത്തെ കർത്താവിൻ്റെ ക്രൂശിൽ അവനോടുകൂടെ ക്രൂശിച്ചിട്ട് ക്രിസ്തുവിൽ ഉരുവായ പുതിയ മനുഷ്യനെ കൊണ്ട് അവൻ ഇത് സാധിപ്പിക്കും. അപ്പോൾ ഞാൻ അനുസരിക്കണമെങ്കിൽ എൻ്റെ പഴയ ജഡത്തിലല്ല അതനുസരിക്കുന്നത്. ക്രിസ്തുവിൽ ഉരുവായ പുതിയ മനുഷ്യൻ വിശ്വാസത്താൽ ചെയ്യുന്ന നീതിയാണ് ഈ കർത്താവ് വെളിപ്പെടുത്തിയ നീതി. ഈ നീതി എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നതെന്നാണ് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ പറയുന്നത്. അതിനെയാണ് നമ്മൾ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്.
റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 6:17-18 വായിക്കാം. നിങ്ങൾ ഒരിക്കൽ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. എങ്ങനെയായത്? അപ്പോസ്തലിക ഉപദേശം, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ രൂപം അനുസരിച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ അനുസരണം നമ്മളിൽ എങ്ങനെയാണ് കർത്താവ് വരുത്തുന്നത് നമുക്ക് നോക്കാം. വളരെ ലളിതമായിട്ട് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ നോക്കിയാൽ ആ കൊച്ചു കുഞ്ഞ് ചെയ്യുന്ന മുഴുവൻ പാപമാണ്. ഇവിടെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ല, ഉണ്ടോ? ഇല്ല, കാണുന്നില്ല. സാധാരണ ഏത് ചർച്ച ചെന്നാലും 2-3 പിള്ളേർ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഓടി നടക്കുന്ന കാണാം. അല്ല, ചിലർ ഒരു ഡ്രോയിങ് പടം വരയ്ക്കുന്ന കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? അയ്യോ, അവർ ചെയ്യുന്ന മോശമാണ്. അത് നിങ്ങളാരെങ്കിലും ചെയ്താൽ മഹാമോശമാണ്. ആ പിള്ളേർ ചെയ്യുന്നതുകൊണ്ട് മോശമില്ല, ശരിയല്ലേ? പിള്ളേർ ചെയ്യുന്ന മുഴുവൻ പാപമല്ലേ? എല്ലാം പാപമാണ്. ഈ പിള്ളേരെ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ടാണോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? അല്ല, അവർക്ക് വിശക്കുമ്പോൾ എല്ലാം കിട്ടാൻ വേണ്ടിയാണ്. ആദ്യം ഭയങ്കര സ്വാർത്ഥം. അവരുടെ ഒരു ടോയ് നിങ്ങളെടുത്ത് മാറ്റി നോക്കി, സ്നേഹം എന്തോരുണ്ടെന്ന് അപ്പോൾ വെളിപ്പെട്ട് വരും. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് നോക്കി, ഒരു അടി വെച്ച് കൊടുത്ത് നോക്കി, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, ഏതെങ്കിലും കൊച്ചു പറയോ? പറയില്ല. എന്തുകൊണ്ടാണ് പിള്ളേർ അങ്ങനെ? അവർ ജനിച്ചത് തന്നെ പാപത്തിലാണെന്ന് ബൈബിൾ പറയുന്നല്ലേ? പാപത്തിൽ ജനിച്ചു. അപ്പം പാപം ചെയ്ത് ഒരാൾ പാപിയാകുന്നതല്ല, പിന്നെ എന്തുവാ? പാപിയായി ജനിച്ചത് കൊണ്ട് അവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യാതിരിക്കാൻ അവന് നിവൃത്തിയില്ല. അവന് ബഹളം വെച്ചേ പറ്റൂ. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നോക്കിയേ പറ്റൂ. അവൻ്റെ ജന്മം തന്നെ അങ്ങനെയാണ്. നിങ്ങളൊരു ആമയെ നോക്കി ആമയെ നിങ്ങൾ ആക്രമിക്കാൻ നിങ്ങൾ അകത്തോട്ട് വലിയും. അതങ്ങനെയാണ്. ഈ കർണത്തോ ആ കർണത്തോ അടിച്ചോളാൻ ആമ പറയില്ല. പറയോ? നിങ്ങളുടെ നേരെ ഒരുത്തൻ നിങ്ങളെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നിങ്ങളൊരു ഓഫീസിലെ മാനേജറാന്ന് വിചാരിച്ചോ, വേറൊരുത്തൻ അവിടെ ജോയിൻ ചെയ്തു, നിങ്ങളെക്കാൾ മിടുക്കനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം തന്നെ നിങ്ങളെ ബ്രെയിൻ പറയാം, അവനെ സൂക്ഷിച്ചോ, അവൻ നിന്റെ കസേരയും കൊണ്ട് പോകും, ഇല്ലേ? അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല. അതാണ് മനുഷ്യൻ്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇവ ജനിക്കുമ്പോഴേ വരുന്നത് സർവൈവലിനുള്ള കളി. പ്രകൃത്യാ തന്നെ ഉണ്ട് ഒതുക്കേണ്ടവനെ ഒതുക്കാനും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനും, ഇല്ലേ? അയ്യോ, പിള്ളേരുണ്ടായി വരുമ്പോൾ അവർക്ക് ഒരു കാരണത്തിന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കാനുള്ള മനസ്സോടെ ഏതെങ്കിലും കൊച്ചി ലോകത്തുണ്ടായിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സ്വാഭാവികമായ ഇൻസ്റ്റിങ്റ്റിനകത്ത് മുഴുവൻ പാപമോ, അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് ജനിച്ചപ്പോൾ നല്ല കൊച്ചായിരുന്നു, പിന്നെ അങ്ങ് പോയിന്ന്. അങ്ങനല്ല, ജനിച്ചപ്പോഴേ മഹാമോശമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കി, അടിയൊക്കെ പെട്ട് നടന്നില്ല, അവൻ മുഴുത്ത പാപിയായി മാറി. ഇതാ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? ആണോ? അപ്പൊ നീതി പാപം ചെയ്ത് ആരും പാപിയാകുന്നില്ലാത്ത പോലെ തന്നെ നീതി ചെയ്ത് ആർക്കും നീതിമാനാകാൻ പറ്റത്തില്ല. റോമൻ കത്തോലിക്ക ഉപദേശം അനുസരിച്ച് സൽപ്രവൃത്തികൾ ചെയ്താണ് ഒരാൾ വിശുദ്ധനാകുന്നത്. എന്നാൽ വേദപുസ്തകം അനുസരിച്ച് വിശുദ്ധനായാൽ മാത്രമേ സൽപ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? ഭർത്താക്കന്മാർ പറ. ക്രിസ്തു സഭയെ സ്നേഹിച്ചോടെ സ്നേഹിക്കും. വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുക. അപ്പോഴാണ് പാസ്റ്റർ പറയുന്നത്, പ്രസംഗിക്കുന്ന ആൾ പറയുന്നത്, കർത്താവ് സഭയെ എങ്ങനെ സ്നേഹിച്ചു. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. കാല് കഴുകി ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ദാസനെ പോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താവ് ഇവിടെ ഇങ്ങനെ വിചാരിക്കുക, കർത്താവെ വേറൊരു ഭാര്യയെ തന്നായിരുന്നെങ്കിൽ നോക്കായിരുന്നു, ഇവളുടെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഏതായാലും കൽപ്പന അനുസരിച്ചേ പറ്റുള്ളൂ. ഉള്ളിൽ മാറ്റമില്ല, ഉള്ളിൽ സ്നേഹമില്ല. അപ്പോൾ പിന്നെ ഈ ഭർത്താവിനുള്ള ആകെ വഴി എന്തുവാ? അഭിനയിക്കാനേ പറ്റുള്ളൂ. ചെന്നിട്ട് ഡാർലിങ് എന്തുണ്ട് വിശേഷം? ഉള്ളിലില്ല, കാരണം കൽപ്പന അനുസരിക്കണമല്ലോ. നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ, എൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി സ്നേഹം വരട്ടെ, സ്വിച്ച് ഇട്ടു വരുമോ? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിൾ പറയുന്നത്? ശരി, ഇന്നൊരു തീരുമാനം എടുത്തു, പ്രസംഗമായിട്ട് ഇന്നൊരു തീരുമാനം എടുത്തു, ഇന്ന് മുതൽ ഞാൻ എൻ്റെ അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പോവാണ്. നടക്കുമോ? നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് എൻ്റെ കൊച്ചു തോറ്റുപോയി, എനിക്ക് ഭയങ്കര സങ്കടമായി. നീ എന്നെയൊക്കെ എന്തിനാടാ പഠിക്കാൻ വിടുന്നത്? ആ സമയത്ത് വേറെ വല്ലതും ചെയ്തായിരുന്നു, അതിപ്പോൾ നല്ല ബിസിനസ്സായിട്ട് വളർന്നു വന്നേന്, നിന്നെയൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയൽവക്കത്തെ കൊച്ചും തോറ്റു.
അപ്പൊ നിങ്ങളുടെ വിഷമം കൂടുവോ അതോ ഒരാശ്വാസം കിട്ടുമോ? പറഞ്ഞു എന്താ സംഭവിക്കും? അതെന്താ അങ്ങനെ? നിങ്ങൾ ശരിക്കും കൽപ്പന അനുസരിക്കാൻ തീരുമാനം എടുത്തവരല്ലേ? അപ്പം നിങ്ങളുടെ തോക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വിഷമം അവൻ തോക്കുമ്പോൾ ഉണ്ടാവണ്ടേ? പക്ഷെ എന്താ തോന്നുന്നു വെച്ചാൽ എൻ്റെ കൊച്ചിനൊരു കൂട്ടായല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എന്താ? ഈ ജഡം അങ്ങനെയാണ്, ഇതിനകത്ത് നന്മയൊന്നുമില്ല. അതാ പൗലോസ് പറയുന്നത്, നത്തിങ് ഗുഡ് ഈസ് ദെയർ ഇൻ ദ ഫ്ലഷ്. അങ്ങനെയുള്ള കുറേ പൊട്ടന്മാരുടെ അടുത്താണ് കർത്താവ് എന്ത് ചെയ്തത്? ഇത്രയും ഭയങ്കര നീതി കൊണ്ടേ കൊടുത്തത്. എന്നിട്ട് പൗലോസ് പറയാ, നീതി ഭയങ്കര പെർഫെക്റ്റാണ്, പക്ഷെ തന്നേക്കുന്നത് അടിമയായ എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് സ്നേഹിക്കണമെന്ന്, പക്ഷെ നടപ്പാക്കാനുള്ളൊരു ഫ്ലഷ് ഇല്ല. അതാ പൗലോസ് 7-ാം അധ്യായത്തിൽ റോമർ 7 പറയുന്നത്. കൽപ്പനയൊക്കെ ഭയങ്കര ആത്മീകമാണ്, അതിനകത്തൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് അനുസരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കാരണം അവനെ എന്നെപ്പോലെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ അവൻ്റെ സ്വഭാവം കാണുമ്പോൾ പറ്റുന്നില്ല. അമ്മായിമ്മയായിട്ട് ഭയങ്കര സ്നേഹത്തിൽ പോകണമെന്നുണ്ട്, പക്ഷെ അമ്മായിമ്മയുടെ മുഖം കാണുമ്പം വരുന്നത് സ്നേഹമല്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അവസാനം അഭിനയിക്കുന്നവരായിട്ട് നമ്മളങ്ങ് മാറുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ സൽപ്രവൃത്തി ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അഭിനയിക്കണം, അല്ലെ നമ്മുടെ ഹൃദയം മാറണം. അല്ലേ? ആത്മാവ് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം തരാതെ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അതാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ. അപ്പം അനുസരണം അഭിനയിച്ച് കാണിച്ചാൽ പോരാ, നമ്മുടെ സ്വഭാവം മാറുമ്പം ക്രിസ്തുവിൻ്റെ അനുരൂപരായിട്ട് നമ്മൾ മാറുന്നതനുസരിച്ചാണ് നമ്മളുടെ അനുസരണം വരുന്നത്. അപ്പം നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ധർമ്മോപദേശം നമുക്ക് പറ്റത്തില്ല. എന്നാൽ അത് പത്യോപദേശമായിട്ട് നൽകപ്പെടുമ്പോൾ അതനുസരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ ആത്മാവ് തരും. ഇതാണ് കേന്ദ്രീകൃത ജീവിതം എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഈസ് കൺട്രോളിങ് അസ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് പോകുന്നില്ല, ഉണ്ടോ? പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് അടിയാണ്, ഭയങ്കര അടിയാണ്. ഇപ്പോൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഈ പഴയ സിനിമയിലൊക്കെ അടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുമല്ലോ. ഇവിടെ എന്ത് അതിശയമേ, ദൈവത്തിന് സ്നേഹം, ഭയങ്കര ആരാധന, ബാക്ക്ഗ്രൗണ്ട്, ഫ്രണ്ടിൽ ഭയങ്കര അടി. അതുകൊണ്ട് എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, നമ്മുടെ ഇടയിലേക്ക് ഇതൊക്കെ വ്യാപരിച്ച് വരുന്നുള്ളതുകൊണ്ട്. ഒരു മനുഷ്യൻ എൻ്റെ സഭയിലെ വിശ്വാസി തന്നെ എന്നെ തല്ലുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത് തോന്നുന്നത് എന്താണ്? തിരിച്ചൊന്ന് പൊട്ടിക്കാനുള്ള പ്രവണത തോന്നുന്നു. അതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രവണത. തിരിച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുമ്പോൾ മനസ്സ് പറയും, അവന് നിന്നേക്ക് ആരോഗ്യമുണ്ട്, അടിച്ചവൻ തിരിച്ചടിച്ചാൽ നിനക്ക് താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വികാരത്തെ ബുദ്ധി തോപ്പിച്ചാൽ നമ്മൾ ജയിച്ചു. വികാരം ബുദ്ധിയെ തോപ്പിച്ചാൽ അടി കൊണ്ട് മടുക്കും. മനസ്സിലായി? അപ്പോൾ ഒരു ബാലൻസ് ഉണ്ട് അതിന്. നമുക്ക് പലതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാൻ ഒരു ബുദ്ധിയുടെ ഒരു ഹെൽപ്പുണ്ട്. ശരിയല്ലേ? അല്ലേ? അപ്പം ഞാൻ വിചാരിക്കണം, അവനെ അടിച്ച് ജയിക്കാൻ പറ്റില്ല, അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാം. അന്നേരം പറഞ്ഞു, അവൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് നീ എത്ര അപവാദം പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ പിന്നെ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ തല്ലിയത് കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഞാൻ തല്ല് കൊണ്ടയാളാണ്, അയാളാണ് തല്ലിയത്, അയാൾ എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് കൊണ്ടത്. ഓക്കെ, അപ്പം ഞാൻ അതിനൊരു നീതിയാക്കി എടുക്കും. തല്ല് കൊണ്ടിട്ട് തിരിച്ചടിക്കുക, ഞാനാണോ തല്ലി അയാളാണോ ഇപ്പം നീതിമാൻ? ആരാ നീതിമാൻ? തല്ലി കൊണ്ടിട്ട് തിരിച്ചടിക്കാത്ത ആളല്ലേ. പക്ഷെ എൻ്റെ ഉള്ളിലെ അയാളെ അടിച്ചു കൊല്ലാണ്ട് വൈരാഗ്യം കൊണ്ട് നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ തല്ലാത്തത്. തന്നെയല്ല, ഇപ്പം ആൾക്കാരല്ല എന്നെ പൊക്കി പറയുന്നത് വിക്ടിമായിട്ട് ഇരയായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ആത്മീകനായി, അതിൻ്റെ സന്തോഷമുണ്ട്. ഇതിലാരെയാ ദൈവം ഇഷ്ടപ്പെടുന്നേ? രണ്ടും കണക്കാ അല്ലേ? ഇനി നോക്കിയേ, എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് വിചാരിച്ചോ. ആത്മാവ് എന്നെ എങ്ങനെ മാറ്റുന്നറിയോ? ആത്മാവ് പറയും, നിൻ്റെ കുഴപ്പമാണ്, നീയാണ് പാപി, നീ അനുദപിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ആത്മാവ് എന്നോട് പറഞ്ഞു കഴിയുമ്പം എനിക്ക് മനസ്സിലാവും എൻ്റെ പ്രശ്നമാണ്, അയാൾ പാവമാണ്, എൻ്റെ വായിലിരിക്കുന്ന വർത്തമാനത്തിൻ്റെ കുഴപ്പമാണ്. അപ്പം ഞാൻ ചെന്ന സഹോദരൻ പറയും, അഭിനയിക്കാല്ലേ കർത്തൃനാശിക്ക് മുമ്പ്? അത് വിശുദ്ധീകരണമല്ല. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളിൽ സാധിപ്പിക്കുന്നതാണ്. ആത്മാവിൻ്റെ മന്ദസ്വരം, അതാണ് നമ്മളെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുന്നതും അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും. ഇതിന് തക്കതായ പത്യോപദേശം ഒരു സഭയിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ അതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് മാത്രമായിട്ട് മാറും. ഇറ്റ്സ് നോട്ട് എ ചർച്ച്, ഇറ്റ്സ് എ പ്രെയർ ഗ്രൂപ്പ്. If the New Testament doctrines are not preached in a church, it is not a church, it's just a prayer group where you are trusting the power of the pastor.
അതായത് ഈ സഭയിൽ വന്നാൽ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസം, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ള വിശ്വാസം, അത് വേളാങ്കണ്ണി പോകുന്നതിന് തുല്യമാണ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ചർച്ച്. ഒരു ക്രിസ്തീയ സഭ പണിയപ്പെടുന്നത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിലാണ്. ആ ഫൗണ്ടേഷൻ വീഴുമ്പോഴാണ് ക്രിസ്തു ഒരു സഭയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. പൗലോസ് പറയാണ്, ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മുകളിൽ വേറെ ഒന്നിടുവാൻ ആരെക്കൊണ്ടും സാധിക്കയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നിവിടെ ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാരെ വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം ഇവിടെ ജീവിക്കുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള സ്വപ്നങ്ങൾ കാണിച്ച് അവരെ സമ്പന്നരാക്കി ഇത്രയും നാൾ സന്തോഷമായിട്ട് ജീവിച്ചു, അതിന് നരകത്തിൽ പോകും സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, അതൊന്നും പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ല. അതിനല്ല സഭ. സഭ എന്തിനു വേണ്ടിയാണ്? ഓരോ മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുന്നതിനും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടേണ്ടതിനും പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിച്ച് പാപത്തെ ജയിച്ച് നീതിയുടെ ദാസന്മാരായി ദൈവത്തിന് പ്രസാദമുള്ള അനുസരണം ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടൊരു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനാണ് നമുക്ക് ശുശ്രൂഷകളെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് റാന്നിയിലെ സഭയിലെ ശുശ്രൂഷകരും ഞാനും ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സകലരും ഈ ഒരു ഭാരമുള്ളവരായി മാറുവാൻ, കർത്താവിനെ വെളിപ്പെടുത്തുവാൻ, കാണിച്ചു കൊടുക്കുവാൻ, ഉപദേശങ്ങൾ പഠിപ്പിക്കുവാൻ, ജനങ്ങളെ തികഞ്ഞവരാക്കി മാറ്റുവാൻ, അടുത്ത ജനറേഷനെ ഒരുക്കാൻ. ഈ കണക്കിന് പോയ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ജനറേഷൻ യേശുക്രിസ്തു എങ്ങനെ രക്ഷിക്കുന്നത്, എങ്ങനെയാ വീണ്ടെടുക്കുന്നത്, എങ്ങനെയാ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, എങ്ങനെയാ നമ്മളെ നീതിമാന്മാരാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അടുത്ത ജനറേഷനിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളെ ഒരു ഉപദേശം പഠിപ്പിക്കണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും ബലഹീനതയുള്ള ആളാണ്, നമ്മളെല്ലാം കുറവുള്ളവരാണ്. പക്ഷെ ക്രിസ്തു നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ ഉന്നതനായ ദൈവമാണ്. അവൻ്റെ നാമം മാത്രം സഭയിൽ മഹത്വപ്പെടുമാറാകട്ടെ. നാം ഓരോരുത്തരും ഓരോ അവയവങ്ങളായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കായി, വിളിക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ മുമ്പിൽ ആ നീതിയുടെ വെളിപ്പാട്, ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ക്രിസ്തു തന്നെ ഞങ്ങളുടെ നീതിയും വിശുദ്ധിയും കർത്താവെ വീണ്ടെടുപ്പുമായി മാറുന്ന വെളിപ്പാട് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ആത്മാവിനാൽ ക്രിസ്തുവിങ്കിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദിയോടെ ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.